സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയെന്ന് കണ്ടെത്തൽ. ഗസറ്റഡ് ഓഫീസർ ഉൾപ്പെടെ 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയത്. പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇത് ഏത് തരത്തിൽ, ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ഇവർക്ക് ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ ജീവനക്കാരൊക്കെ? അനുജ, അനർഹരെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ധനവകുപ്പ് പരിശോധന ആരംഭിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ കണ്ടെത്തൽ വളരെ ഞെട്ടിക്കുന്നതാണ്. 1458 സർക്കാർ ജീവനക്കാർ തന്നെ ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഒരു മാസം 1600 രൂപ എന്ന നിലയിൽ ഈ ബുദ്ധിമുട്ട്, അതായത് പ്രായമായവർക്കും മറ്റ് അംഗപരിമിതവർക്കും അടക്കമുള്ളവർക്ക് നൽകിയിരുന്ന പെൻഷൻ തുക ഒരു അർഹതയുമില്ലാത്ത, ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത നിലയിൽ ജീവിതം നയിക്കുന്നവർ ഈ തുകയും കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. നിലവിൽ 1458 പേരാണ് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നത്. അതിൽ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്, 3 ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട്. ഇത്തരത്തിൽ ഗസറ്റഡ് ഓഫീസർമാർ അടക്കമുള്ളവർ ഈ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ അന്വേഷണം നടത്തിയത്. ഓരോ വകുപ്പ് തിരിച്ചുള്ള കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. അത് ഇപ്രകാരമാണ്: ഏറ്റവും കൂടുതൽ പേർ അനർഹർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പിൽ നിന്നാണ്. സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യവകുപ്പും നേരത്തെ ഒന്നിച്ച് ഒരു മന്ത്രിയുടെ കീഴിലായിരുന്നു. എന്തായാലും ആരോഗ്യവകുപ്പിൽ ഉള്ളവരാണ് ഏറ്റവും അധികം സർക്കാർ ജീവനക്കാർ ഇപ്പോൾ ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് 373 പേരാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ 224 പേർ ഇതേ രീതിയിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലെ 124 പേരും, ആയുർവേദ വകുപ്പിലെ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിലെ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിലെ 47 പേരും അടക്കം ഈ രീതിയിൽ അനർഹമായി ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇവർ എങ്ങനെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്? അവർക്ക് എങ്ങനെയാണ് നിരന്തരമായി, കാരണം പലർക്കും നേരിട്ടെത്തി സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ നൽകുകയും അത് നേരിട്ടെത്തി വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. മറ്റുള്ളവർക്ക് ബാങ്കിൽ അക്കൗണ്ടിൽ വരാറുമുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ അനർഹമായി പട്ടികയിൽ ഉൾപ്പെടാൻ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷണ പരിധിയിൽ വരും. നിലവിൽ ഈ സർക്കാർ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് ആ തുക പലിശയടക്കം തിരികെ പിടിക്കും. ഒപ്പം വകുപ്പ് തല നടപടി, കാരണം ഇത് ഒരു വിവിധ വകുപ്പുകളാണ്, സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകളിലുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. ഈ വകുപ്പുകളിൽ അച്ചടക്ക നടപടിയടക്കം സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം ധനവകുപ്പ് നൽകുകയും ചെയ്യും. ഈ 1458 പേർ ഒരു വർഷം 1600 രൂപ വെച്ച് വാങ്ങിയാൽ തന്നെ ഏകദേശം 2,70,00,000 മുകളിലെല്ലാം പോകുന്നുണ്ട്. ഈ രീതിയിൽ അതാണ് ഉമേഷ്, ഇപ്പോൾ പലപ്പോഴും ഈ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാതെ അത് മുടങ്ങുകയും കുടിശ്ശികയായി മാസങ്ങളോളം കിടക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ വാർത്തയായി വരുന്നു. വളരെ സാധാരണക്കാരായ ആളുകൾ അതിന്മേൽ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തിരിമറി നടക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഒരാൾക്ക് അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് നേരിടുന്ന സാമൂഹ്യമായും സാമ്പത്തികമായും വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 1600 രൂപ എന്ന് പറയുന്നത് കൃത്യമായി മാസം ലഭിക്കുക എന്നുള്ളത് അവർക്ക് വലിയ ആശ്വാസമാണ്. ഓരോരുത്തരും ഈ പെൻഷൻ മുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ പലതരം സമരങ്ങൾ ഈ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഈ പട്ടികയുടെ കൂട്ടത്തിൽ അനർഹരായി നിരവധി പേർ കടന്നുകൂടുന്നു. അതിൽ തന്നെ ഏറ്റവും അധികം പേർ സർക്കാർ ജീവനക്കാരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ഗുരുതരമായ വസ്തുത. പക്ഷേ അനർഹർ ഈ പട്ടികയിൽ ഒരുപാട് പേർ ഉണ്ടാകും, ഒരുപക്ഷെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർ, മറ്റു വരുമാനങ്ങളുള്ളവരെല്ലാം. പക്ഷേ അതിൽ തന്നെ ഈ മാന്യമായി പൊതുസമൂഹത്തിന് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടതെന്നുള്ള ഒരു കൃത്യമായി കാണിച്ചു കൊടുക്കേണ്ടവരാണ് സർക്കാർ ജീവനക്കാർ. ആ സർക്കാർ ജീവനക്കാർ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുകയും കൃത്യമായി എല്ലാ മാസവും ഈ തുക വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. എല്ലാ മാസവും ഇവർ 1600 രൂപ വീതം കഴിഞ്ഞ ഏപ്രിൽ മുതൽ വീണ്ടും കൃത്യമായി എല്ലാ മാസവും ഈ തുക കൊടുത്തു വരുന്നു. 4 മാസത്തെ പെൻഡിങ് ഇപ്പോഴും കുടിശ്ശികയുണ്ട്. എങ്കിൽ പോലും ഏപ്രിലിന് ശേഷം വീണ്ടും എല്ലാ മാസവും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകി വരുന്നുണ്ട്. ഈ തുക വീണ്ടും ഇവർ എല്ലാ മാസവും കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിരോധാഭാസം. എന്തായാലും കർശന നടപടിയിലേക്ക് ധനവകുപ്പ് പോകും. നിലവിൽ ഇനി വിവിധ വകുപ്പുകൾ കൂടി ഇനിയും ഈ പരിശോധന പ്രാഥമിക ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. എയ്ഡഡ് സ്ഥാപനങ്ങളടക്കമുണ്ട്. അതായത് എത്ര കാലമായി ഇവർ ഇത് വാങ്ങുന്നു എന്നതിന്റെ കൂടി കാര്യങ്ങൾ ഇപ്പോൾ പിടികിട്ടിയിട്ടുണ്ടോ ഈ അന്വേഷണത്തിലൂടെ? അക്കാര്യങ്ങൾ കണക്ക് കൃത്യമായി വരികയാണ്. അതും ഓരോ വിഭാഗക്കാരും ഓരോ രീതിയിലാണ്. ഒരുപക്ഷെ എല്ലാവരും 1458 പേരുണ്ട്. അതിൽ ചിലർ 1-2 വർഷമായി വാങ്ങുന്നവരുണ്ട്, ആ രീതിയിലുള്ള വാങ്ങുന്നവരുണ്ട്. ചിലർ 5 വർഷത്തോളം രീതിയിൽ വാങ്ങുന്നുണ്ട്. അതെല്ലാം ഓരോന്നും ഓരോ കണക്കാണ്. പക്ഷേ എന്തായാലും ഈ തുക വലിയൊരു തുകയാണ് എന്നുള്ളതാണ് ധനവകുപ്പ് തന്നെ പറയുന്നത്. ഇത് തിരിച്ചു പിടിക്കാൻ, പലിശ സഹിതം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയൊരു തുകയായി തന്നെ സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്ന രീതിയിൽ ഈ തുക തിരിച്ചു പിടിക്കാനാകും. ഈ കഴിഞ്ഞ 5 വർഷം ഈ 1600 രൂപ വീതം കൈപ്പറ്റിയവരുണ്ടെങ്കിൽ ആ
ആ തുക ഒരുപക്ഷെ അത് ഏകദേശം 13 കോടിക്ക് മുകളിലെല്ലാം പോകും. ആ രീതിയിലാണ് കണക്കുകൾ. അത്തരത്തിൽ ഈ തുക എന്തായാലും ധനവകുപ്പ് തിരികെ പിടിക്കും. അത് പലിശ സഹിതം തിരികെ പിടിക്കും. അവർക്ക് അച്ചടക്ക നടപടിയും വരാൻ പോകുന്നു. ഈ പരിശോധന ഇവിടെ അവസാനിക്കില്ല. അനർഹരെ കണ്ടെത്താൻ അതാണ് വളരെ ശക്തമായ അച്ചടക്ക നടപടി എടുക്കേണ്ടതുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല.